ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ സോഷ്യൽ സയൻസിലെ 12ാമത്തെ പാഠഭാഗമായ ചരിത്രത്തിൻ്റെ ആധാരശിലകൾ എന്ന പാഠഭാഗമാണ്. ഇത് അവസാനത്തെ പാഠഭാഗവും കൂടെയാണ്. അപ്പോൾ ഇതുവരെയുള്ള ബാക്കി എല്ലാ പാഠഭാഗങ്ങളും അതിൻ്റെ എക്സ്പ്ലനേഷനും ആക്ടിവിറ്റീസും നോട്ട്സും എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയി കാണാം. അപ്പോൾ നമുക്ക് അവസാനത്തെ ചാപ്റ്ററിലേക്ക് കിടക്കാം. 12ാമത്തേതാണ് ചരിത്രത്തിൻ്റെ ആധാരശിലകൾ. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു പാഠഭാഗത്ത് പഠിക്കാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. പ്രാദേശിക ചരിത്ര രചനാ മത്സരത്തിൽ തയ്യാറാക്കിയ പ്രാദേശിക ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് 15 കിലോമീറ്റർ തെക്കുമാറി സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് വിഴിഞ്ഞം. പ്രാചീന കാലം മുതൽ തന്നെ ചരിത്രപരവും വാണിജ്യപരവുമായ പ്രാധാന്യം ഏറെയുള്ള തീരപ്രദേശമാണിത്. പ്രാചീന തമിഴകത്തെ സുപ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു വിഴിഞ്ഞം എന്ന് സംഘകാല സാഹിത്യകൃതികളിൽ പരാമർശിക്കുന്നു. ഒരു തുറമുഖം എന്ന നിലയിലും വ്യാപാര കേന്ദ്രം എന്ന നിലയിലും ഈ പ്രദേശം ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക ചരിത്രത്തിൻ്റെ ഭാഗമാണ്. CE 9-10 നൂറ്റാണ്ടുകളിൽ ദക്ഷിണേന്ത്യയിൽ രാജവംശത്തിൻ്റെ കേന്ദ്രമായിരുന്നു വിഴിഞ്ഞം എന്ന് ശിലാലിഖിതങ്ങളും മറ്റു ചരിത്രരേഖകളും സൂചിപ്പിക്കുന്നു. ലീലാതിലകത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ആറ്റൂർ കൃഷ്ണപിഷാരടി പാണ്ഡവന്മാരിൽ പരാജിതരായ കുടുംബം ആയിക്കുടി ഉപേക്ഷിച്ചു വിഴിഞ്ഞത്തേക്ക് കുടിയേറിയതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഉദ്യോധന സൂരി എന്ന ജൈനമുനി രചിച്ച കുവലയമാല എന്ന കൃതിയിൽ വിഴിഞ്ഞത്തെ വിജയപുരി എന്ന് പരാമർശിച്ചിരിക്കുന്നു. പാണ്ഡ്യരാജാവായ നെടുഞ്ചേരിയൻ്റെ ശാസനത്തിൽ ഇവിടുത്തെ കോട്ടയെപ്പറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സംഘകാലഘട്ടത്തിൽ തന്നെ വിഴിഞ്ഞം ഒരു സുപ്രധാന വാണിജ്യ തുറമുഖമായിരുന്നു എന്ന് വിദേശ സഞ്ചാര സാഹിത്യകൃതിയായ പെരിപ്ലസ് ഓഫ് ദി എറിന്ത്രിയൻ സീ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. കേരള സർവകലാശാല പുരാവസ്തു വകുപ്പ് നടത്തിയ ഉത്ഖനനത്തിൽ ഈ പ്രദേശത്തിൻ്റെ സമീപത്തായി നിലനിന്നിരുന്ന കോട്ടയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. കോട്ടപ്പുറം എന്ന സ്ഥലനാമം ഇപ്പോഴും വിഴിഞ്ഞത്തിൻ്റെ സമീപത്തുണ്ട്. ചൈനീസ് നിർമ്മിതവും റോമൻ നിർമ്മിതവുമായ പാത്രങ്ങളുടെയും മറ്റു വസ്തുക്കളുടെയും അവശിഷ്ടങ്ങൾ, റോമൻ നാണയങ്ങൾ എന്നിവ ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഈ പുരാവസ്തു തെളിവുകൾ പ്രാചീന കാലത്തെ വിദേശ വ്യാപാര ബന്ധത്തിൻ്റെ സൂചനകളായി കണക്കാക്കാം. ഇവിടെ സ്ഥിതി ചെയ്യുന്ന പ്രാചീന ഗുഹാക്ഷേത്രം ഈ പ്രദേശത്തിൻ്റെ പൗരാണികത വ്യക്തമാക്കുന്നു. വിവിധ ജാതിമത വിഭാഗങ്ങൾക്കിടയിൽപ്പെട്ടവർ സഹിഷ്ണുതയോടെ വസിക്കുന്ന ഈ പ്രദേശത്ത് വ്യത്യസ്ത മതസ്ഥരുടെ ധാരാളം ആരാധനാലയങ്ങൾ കാണാം. പ്രാചീന തുറമുഖമായിരുന്ന വിഴിഞ്ഞം ഇന്ന് ആധുനിക സൗകര്യങ്ങളുള്ള ഒരു തുറമുഖ കേന്ദ്രമായി മാറിയിരിക്കുന്നു. മുകളിൽ നൽകിയിരിക്കുന്ന പ്രാദേശിക ചരിത്ര കുറിപ്പ് വായിച്ചല്ലോ. ഈ കുറിപ്പ് തയ്യാറാക്കുന്നതിൽ ഏതെല്ലാം സ്രോതസ്സുകളെയാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് കണ്ടെത്താമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്ന് പുരാവസ്തു തെളിവുകൾ, മറ്റൊന്ന് ലിഖിതങ്ങൾ, സാഹിത്യകൃതികൾ, പിന്നെന്താണ് പാത്രങ്ങളുടെയും മറ്റു വസ്തുക്കളുടെയും അവശിഷ്ടങ്ങൾ, റോമൻ നാണയങ്ങൾ, പ്രാചീന ഗുഹാക്ഷേത്രം. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും അതിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. ഇത്തരം തെളിവുകളെ അടിസ്ഥാനമാക്കി ഭൂതകാലത്തെ ശാസ്ത്രീയമായി രേഖപ്പെടുത്തുന്ന പഠനശാഖയാണ് ചരിത്രം എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലാക്കുക. ഇത്തരം തെളിവുകളെ അടിസ്ഥാനമാക്കി ഭൂതകാലത്തെ ശാസ്ത്രീയമായി രേഖപ്പെടുത്തുന്ന പഠനശാഖയാണ് ചരിത്രം. ചരിത്ര രചനയ്ക്ക് ആവശ്യമായ ഒട്ടേറെ തെളിവുകൾ ഓരോ കാലവും പല രൂപത്തിൽ അവശേഷിച്ചിട്ടുണ്ടാവും. അവ സമാഹരിച്ച് ശാസ്ത്രീയമായി വിശകലനം ചെയ്ത് ഭൂതകാലത്തെ രേഖപ്പെടുത്തുന്നതാണ് ചരിത്ര രചന എന്ന് പറയുന്നത്. മധ്യകാല ഇന്ത്യയിൽ നിലനിന്നിരുന്ന വിശാലമായ മുഗൾ വിജയനഗര രാജ്യങ്ങളെക്കുറിച്ചും അവിടുത്തെ ഭരണാധികാരികളെക്കുറിച്ചും മുൻ അധ്യായത്തിൽ നിങ്ങൾ ചർച്ച ചെയ്തല്ലോ. ഇത്തരത്തിൽ വിശാലമായ രാജ്യങ്ങളുടെയും രാജാക്കന്മാരുടെയും ചരിത്രത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ചെറിയ പ്രദേശത്തിൻ്റെയോ വ്യക്തിയുടെയോ സംഭവത്തിൻ്റെയോ സൂക്ഷ്മവും സമഗ്രവുമായ രേഖപ്പെടുത്തലാണ് പ്രാദേശിക ചരിത്രം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ 3 കാര്യങ്ങൾ പഠിച്ചു. എന്താണ് ചരിത്രം, എന്താണ് ചരിത്ര രചന, പ്രാദേശിക ചരിത്രം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. ചരിത്രം വിശാലമായ പ്രദേശത്തിൻ്റെയോ നാടിൻ്റെയോ രാജ്യത്തിൻ്റെയോ സംഭവങ്ങളുടെയോ ചരിത്രം രേഖപ്പെടുത്തുന്നു. എഴുതപ്പെട്ട രേഖകൾ, പുരാവസ്തു തെളിവുകൾ, ചരിത്രശേഷിപ്പുകൾ എന്നിവ ഉപയോഗപ്പെടുത്തി ചരിത്രം നിർമ്മിക്കുന്നു. ഭൂതകാല സംഭവങ്ങൾ, സംസ്കാരങ്ങൾ, സമൂഹങ്ങൾ എന്നിവയെ വിശാലമായ കാഴ്ചപ്പാടിൽ വിലയിരുത്തുന്നു. ഇനി പ്രാദേശിക ചരിത്രം എന്ന് പറഞ്ഞാൽ ലോക ചരിത്രം, രാജ്യചരിത്രം,
പ്രവിശ്യ ചരിത്രം എന്നിവയിൽ നിന്ന് വ്യത്യസ്തമായി ചെറിയ ഭൂപ്രദേശത്തിൻ്റെയോ വിഷയങ്ങളുടെയോ സംഭവങ്ങളുടെയോ സൂക്ഷ്മമായ ചരിത്രാന്വേഷണമാണിത്. പ്രാദേശിക ആഘോഷങ്ങളും രുചിശീലങ്ങളും അനാചാരാനുഷ്ഠാനങ്ങളും വാമൊഴി വഴക്കങ്ങളും ചരിത്രരചനയുടെ ഭാഗമാകുന്നു. ചരിത്രത്തെ ജനാധിപത്യവൽക്കരിച്ച് മുഖ്യധാരാ ചരിത്രത്തിൽ ഇടം കിട്ടാതെ പോയ പ്രദേശങ്ങൾക്കും ജനവിഭാഗങ്ങൾക്കും സംഭവങ്ങൾക്കും അർഹമായ പ്രാതിനിധ്യം നൽകുകയും ചെയ്യുന്നു. ഓക്കെ, കൂടുതൽ വിവരങ്ങൾ കണ്ടെത്തി ചരിത്രവും പ്രാദേശിക ചരിത്രവും എന്ന വിഷയത്തിൽ ഒരു പാനൽ ചർച്ച സംഘടിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് കൂട്ടുകാർ ക്ലാസ്സിൽ ചെയ്തു നോക്കുക. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞില്ല, അതെല്ലാം വെച്ചുകൊണ്ട് ഒരു ചർച്ച നിങ്ങൾ സംഘടിപ്പിച്ചാൽ മതി. ഇനി അടുത്തത് ചരിത്ര സ്രോതസ്സുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. വിവിധങ്ങളായ തെളിവുകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ചരിത്രരചന നിർവഹിക്കുന്നത് എന്ന് നിങ്ങൾ കണ്ടല്ലോ. ചരിത്രത്തെക്കുറിച്ച് നമുക്ക് വിവരം നൽകുന്ന എന്തിനേയും ചരിത്രരചനയ്ക്കുള്ള സ്രോതസ്സുകൾ എന്ന് വിളിക്കാം. നിശ്ചിത കാലഘട്ടവുമായി ബന്ധപ്പെട്ടതും ഉപയുക്തമായ വിവരങ്ങൾ നമുക്ക് നൽകുന്നതുമായ ഏതൊരു വസ്തുവും ഒരു ചരിത്ര സ്രോതസ്സാണ്. ചരിത്രരചനയ്ക്ക് പ്രയോജനകരമായ ചരിത്ര സ്രോതസ്സുകളാണ് പറയുന്നത് പുരാവസ്തുക്കൾ, സ്മാരകങ്ങൾ, സാഹിത്യകൃതികൾ, സഞ്ചാരക്കുറിപ്പുകൾ, പത്രങ്ങൾ, ഔദ്യോഗിക രേഖകൾ എന്നിവയെല്ലാം. ഇനി പുരാവസ്തു ശാസ്ത്രപരമായ സ്രോതസ്സുകളെയാണ്. പുരാവസ്തു ശാസ്ത്രപരമായ സ്രോതസ്സുകൾ അവ നിർമ്മിക്കപ്പെട്ട കാലഘട്ടത്തിലെ ജീവിതത്തെക്കുറിച്ച് വിവരങ്ങളോ തെളിവുകളോ നൽകുന്നവയാണ്. അതിൽ പ്രധാനപ്പെട്ടത് ഒന്ന് ശിലാസ്മാരകങ്ങൾ, ഗുഹകൾ, പുരാലിഖിതങ്ങൾ, കൊട്ടാരങ്ങൾ, നാണയങ്ങൾ ആണ്. ഇനി എന്താണ് ശിലാസ്മാരകങ്ങൾ എന്ന് നോക്കാം. നമുക്ക് ചുറ്റും കാണുന്ന ഓരോ കല്ലിലും ഓരോ കഥ പറയാനുണ്ടാകും. വലിയ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ധാരാളം സ്മാരകങ്ങളുടെ അവശേഷിപ്പുകൾ നമ്മുടെ പൂർവികർ ഇവിടെ ഉപേക്ഷിച്ചു പോയിട്ടുണ്ട്. തന്നിട്ടുള്ള ചിത്രങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ എന്താണ്? ഒന്ന് കുടക്കല്ല്, മറ്റൊന്ന് തൊപ്പിക്കല്ല്, മറ്റൊന്ന് മുനിയറ എന്ന് പറയുന്നതാണ്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കണ്ടെടുത്ത ചരിത്രശേഷിപ്പുകളാണ് ഈ ശിലാസ്മാരകങ്ങൾ. വലിയ ശിലകൾ കൊണ്ട് നിർമ്മിച്ചതിനാൽ ഇവയെ ശിലാസ്മാരകങ്ങൾ എന്നാണ് വിളിക്കുന്നത്. പുരാതന മനുഷ്യർ നിർമ്മിച്ച ഈ സ്മാരക ശിലകൾ പോയ കാലത്തെ ചരിത്രം നമ്മോട് പറയുന്നുണ്ട്. ഇടുക്കി ജില്ലയിലെ മറയൂര്, തൃശ്ശൂർ ജില്ലയിലെ ചിറമനങ്ങാട്, മലപ്പുറം ജില്ലയിലെ തവനൂര് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള ശിലാസ്മാരകങ്ങളുടെ ശേഷിപ്പുകൾ ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ പൂർവികരുടെ ഭൗതികാവശിഷ്ടങ്ങൾ അടക്കം ചെയ്യാനാണ് ഇവ ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, ഇനി എന്താണ് നന്നങ്ങാടുകൾ എന്നും കൂടെ അവിടെ പറയുന്നുണ്ട്. മഹാശിലാ കാലഘട്ടത്തിൽ ശവസംസ്കാരത്തിന് ഉപയോഗിച്ചിരുന്ന വലിയ കളിമൺ ഭരണികളാണ് നന്നങ്ങാടുകൾ എന്ന് പറയുന്നത്. ഭൗതികാവശിഷ്ടം അടക്കം ചെയ്ത് മണ്ണിനടിയിൽ മൂടുന്ന ഭരണികളാണിവ. ഓക്കെ, ഇനി അടുത്ത ഗുഹകളെ കുറിച്ചിട്ടാണ് നോക്കുന്നത്. കേരളത്തിന്റെ പ്രാചീന ചരിത്രത്തെക്കുറിച്ച് വെളിച്ചം വീശുന്നവയാണ് ഗുഹകൾ എന്ന് പറയുന്നത്. പ്രകൃതിദത്തമായ ഇത്തരം ഗുഹകളിൽ ചരിത്രാതീത കാലത്തെ മനുഷ്യ ജീവിതത്തെ സൂചിപ്പിക്കുന്ന ചിത്രങ്ങളും മറ്റു ആലേഖനങ്ങളും ചെയ്യപ്പെട്ടിട്ടുണ്ട്. എടക്കൽ വയനാട്ടിലുള്ളതാണ്. മറയൂര് ഇടുക്കി, ആങ്കോട് തിരുവനന്തപുരം, തെന്മല, കോട്ടുങ്കൽ എന്നിവിടങ്ങളിൽ ചില പ്രധാന ഗുഹകൾ സ്ഥിതി ചെയ്യുന്നു. ഇത്തരത്തിൽ കേരളത്തിലെ ചരിത്ര പ്രാധാന്യമുള്ള പുരാവസ്തുക്കളെ സംരക്ഷിക്കുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും കേരള ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റുമാണ്. ഓക്കെ, ഇവിടെ എടക്കൽ ഗുഹയെ കുറിച്ചിട്ടാണ് ആദ്യം നോക്കുന്നത്. പ്രാചീന മനുഷ്യർ ഉപയോഗിച്ചിരുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട ഗുഹകളിൽ ഒന്നാണ് എടക്കൽ ഗുഹ. വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് 10 കിലോമീറ്റർ അകലെയാണ് എടക്കൽ ഗുഹ. ഇവിടുത്തെ ചുമരുകളിൽ കൊത്തിയിരിക്കുന്ന ഗുഹാചിത്രങ്ങൾ ശിലായുഗത്തിലെ മനുഷ്യരെക്കുറിച്ചും അവരുടെ ജീവിതത്തെക്കുറിച്ചും വിവരങ്ങൾ നൽകുന്നതാണ്. ഓക്കെ, നിങ്ങളുടെ പ്രദേശത്ത് ശിലാസ്മാരകങ്ങൾ നിലനിൽക്കുന്നുണ്ടോ? നിങ്ങൾക്കറിയാവുന്ന ഒരു ശിലാസ്മാരകത്തെക്കുറിച്ച് കുറിപ്പും തയ്യാറാക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ശിലാസ്മാരകത്തെക്കുറിച്ചിട്ടുള്ള കുറിപ്പാണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, ഇനി അടുത്തത് പുരാലിഖിതങ്ങളെ കുറിച്ചിട്ടാണ് അടുത്തതായിട്ട് നോക്കുന്നത്. ഒരു പ്രതലത്തിൽ വരച്ചതോ കൊത്തിവെച്ചതോ ആയ സന്ദേശമോ വാചകമോ ആണ് ലിഖിതങ്ങൾ. വ്യത്യസ്ത പ്രതലങ്ങളിലാണ് ലിഖിതങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന് ലോഹത്തകിടുകളിൽ, അല്ലെങ്കിൽ ശിലകളിൽ, ഓലകളിൽ, ഇതിലൊക്കെയാണ് പുരാലിഖിതങ്ങൾ ഉള്ളത്. ഇനി ലിഖിത പഠനത്തെക്കുറിച്ചാണ്. ശിലകള്, ലോഹത്തകിടുകൾ, ഓലകള് തുടങ്ങിയവയിലെ എഴുത്തുകളെ കുറിച്ചുള്ള പഠനമാണ് ലിഖിത പഠനം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ കേരളത്തിൽ ഇങ്ങോളം ധാരാളം ലിഖിതങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. തരിസാപ്പള്ളി ലിഖിതം, ശാസനം, പാലിയം ശാസനം എന്നിവ കേരളത്തിലെ പ്രധാന ലിഖിതങ്ങളാണ്. കേരളത്തിൽ പുരാലിഖിതങ്ങളുടെ ശേഖരണവും സംരക്ഷണവും കേരള ആർക്കൈവ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ് നിർവഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓരോന്നും ആരാണ് നിർവഹിക്കുന്നത് എന്നും കൂട്ടുകാർ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി നിങ്ങളുടെ വിദ്യാലയത്തിലെ ശിലാഫലകം ശ്രദ്ധിക്കൂ. നിങ്ങളുടെ സമീപത്തുള്ള പൊതുകെട്ടിടങ്ങളിലും ആരാധനാലയങ്ങളും ഇത്തരത്തിലുള്ള ശിലാഫലകങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ. ശിലാഫലകത്തിൽ നിന്നും ആ സ്ഥാപനത്തിന്റെ ചരിത്രരചനയ്ക്ക് സഹായകമായ എന്തെല്ലാം വിവരങ്ങളാണ് ലഭിക്കുക എന്ന് മനസ്സിലാക്കാനും പറയുന്നുണ്ട്.
അടുത്തതായിട്ട് കോട്ടകളും കൊട്ടാരങ്ങളെയും കുറിച്ചിട്ടാണ് പറയുന്നത്. രാജ്യസുരക്ഷ, സൈനികാവശ്യങ്ങൾ, വ്യാപാരം എന്നിവക്കായി നിർമ്മിച്ചിരുന്ന കോട്ടകളെ ചരിത്രരചനയ്ക്കുള്ള പ്രധാന സ്രോതസ്സുകളായി പ്രയോജനപ്പെടുത്താം. കേരളത്തിലെ വ്യത്യസ്ത കാലഘട്ടങ്ങളെക്കുറിച്ചും ഭരണാധികാരികളെക്കുറിച്ചും കോട്ടകൾ നമുക്ക് വിവരം നൽകുന്നു. ബേക്കൽ കോട്ട, കണ്ണൂർ കോട്ട, പാലക്കാട് കോട്ട, അഞ്ചുതെങ്ങ് കോട്ട തുടങ്ങിയവ കേരളത്തിലെ പ്രധാന കോട്ടകളാണ്. നിങ്ങളുടെ നാട്ടിൽ ഇതുപോലെ കോട്ടകളുണ്ടോ എന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ പ്രദേശത്ത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ എഴുതാം. ഇനി കോട്ടകളെ തന്നെ ചരിത്ര പ്രാധാന്യമുള്ളതാണ് കൊട്ടാരങ്ങൾ എന്ന് പറയുന്നത്. കേരളത്തിലെ ചില പ്രധാന കൊട്ടാരങ്ങളുടെ പേരുകളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. പത്മനാഭപുരം കൊട്ടാരം, മട്ടാഞ്ചേരി പാലസ്, കിളിമാനൂർ കൊട്ടാരം, അറക്കൽ കൊട്ടാരം, കൃഷ്ണപുരം കൊട്ടാരം, പിന്നെ ഏതൊക്കെയാണുള്ളത്? കോയിക്കൽ കൊട്ടാരം, പൂഞ്ഞാർ കൊട്ടാരം. ഓക്കെ, ഇത്തരത്തിൽ ഒരുപാടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് രണ്ടെണ്ണം നിങ്ങൾ പേരെഴുതാം. നമുക്ക് കോയിക്കൽ കൊട്ടാരവും പൂഞ്ഞാർ കൊട്ടാരവും എഴുതാം. ഇനിയുടെ ബേക്കൽ കോട്ടയെ കുറിച്ച് പറയുന്നുണ്ട്. 17-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയായ ബേക്കൽ കോട്ട കാസർഗോഡ് ജില്ലയിലെ പള്ളിക്കര വില്ലേജിൽ സ്ഥിതി ചെയ്യുന്നു. ഈ കോട്ടക്കുള്ളിൽ ആയുധപ്പുരകൾ, കടലിലേക്ക് തുറന്നിരിക്കുന്ന കിളിവാതിലുകൾ, കടൽ വഴി വരുന്ന ശത്രുക്കളെ നേരിടാനുള്ള ഇടങ്ങൾ, രഹസ്യ ഭൂഗർഭ അറകൾ, ഒളിത്താവളങ്ങൾ, ജലസംഭരണികൾ എന്നിവയുണ്ട്. ഇനി നിങ്ങളുടെ ജില്ലയിലും കോട്ടകളോ കൊട്ടാരങ്ങളോ ഉണ്ടാകുമല്ലോ, അവയെക്കുറിച്ച് ഒരു ലഘു വിവരണം തയ്യാറാക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ജില്ല ഏതാണോ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് കിട്ടും. അതിനെക്കുറിച്ചിട്ട് എഴുതാം. അടുത്തത് നാണയങ്ങളാണ്. നാണയങ്ങൾ പ്രധാന ചരിത്ര സ്രോതസ്സുകളാണ്. നിർമ്മിക്കപ്പെട്ട കാലഘട്ടത്തിലെ സാമ്പത്തിക, രാഷ്ട്രീയ, സാംസ്കാരിക ചരിത്രത്തെക്കുറിച്ച് അവ നമുക്ക് അറിവ് നൽകുന്നു. നാണയങ്ങളെ കുറിച്ചുള്ള പഠനത്തിന് നാണയശാസ്ത്രം അഥവാ ന്യൂമിസ്മാറ്റിക്സ് എന്നാണ് പറയുന്നത്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലഭിച്ച നാണയങ്ങളുടെ ചിത്രങ്ങളാണ് ചുവടെ കാണുന്നത്. ക്യാഷ്, അച്ച്, പണം, അനന്തരായൻ പണം, സുൽത്താൻ ക്യാഷ് തുടങ്ങിയ പേരുകളിൽ അവ അറിയപ്പെടുന്നു. വിവിധ കാലങ്ങളിൽ പുറത്തിറങ്ങിയ ഈ നാണയങ്ങളിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ വായിച്ചെടുക്കാൻ വേണ്ടി പറ്റും? ഇവിടെ തന്നിട്ടുണ്ട് ഈ നാണയങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തൊക്കെ അറിയാം? നാണയം നിർമ്മിച്ച കാലഘട്ടം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നാണയം പുറത്തിറക്കിയ ഭരണാധികാരികൾ ആരാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. നിർമ്മാണ രീതി, നിർമ്മിക്കാൻ ഉപയോഗിച്ച ലോഹം, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അവിടെ നിർമ്മാണ രീതി, നിർമ്മിക്കാൻ ഉപയോഗിച്ച ലോഹം എന്നും കൂടെ നിങ്ങൾ എഴുതി കൊടുക്കുക. ഇനി എന്താണ് വീരരായൻ പണൻ എന്ന് പറയുന്നുണ്ട്. കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരിമാരുടെ കാലത്ത് പ്രചാരത്തിലിരുന്ന നാണയമാണ് വീരരായൻ പണൻ എന്ന് പറയുന്നത്. പഴയ വീരരായൻ, പുതിയ വീരരായൻ എന്നീ രണ്ട് വിധത്തിൽ നാണയങ്ങൾ നിലവിലുണ്ടായിരുന്നു. 1667 മുതൽക്കാണ് ഈ നാണയങ്ങൾ അടിച്ചിറക്കാൻ തുടങ്ങിയത്. സ്വർണത്തിൽ നിർമ്മിച്ച ഈ നാണയത്തെ വിദേശീയർ പൊൻപണം എന്നാണ് വിളിച്ചിരുന്നത്. വൈഷ്ണവർ ഉപയോഗിച്ചിരുന്ന നാമക്കുറി, സൂര്യന്റെ അടയാളം, സിംഹത്തിന്റെ അടയാളം തുടങ്ങിയവ ഇതിൽ കാണാവുന്നതാണ്. ഇനി പുരാവസ്തു ശാസ്ത്രപരമായ സ്രോതസ്സുകൾ എന്ന വിഷയത്തിൽ അടിസ്ഥാനമാക്കി ക്ലാസ്സിൽ ഒരു സെമിനാർ സംഘടിപ്പിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ആ സെമിനാറിൽ പറഞ്ഞാൽ മതി. ഇനി അടുത്തത് ചരിത്ര സ്മാരകങ്ങളെ കുറിച്ചിട്ടാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ ശ്രദ്ധിക്കുക. ഓരോ പ്രദേശത്തിന്റെയും സാമ്പത്തിക, സാംസ്കാരിക ചരിത്രത്തിലേക്ക് നമ്മെ നയിക്കുന്ന സ്രോതസ്സുകളാണിത്. ഒന്നെന്താണ്? തളിക്ഷേത്രമാണ്. മറ്റൊന്ന് മിഷ്കാൽ പള്ളിയാണ്. അതുപോലെ ദേവമാതാ കത്തീഡ്രൽ, കടൽപ്പാലം. ഓക്കെ, ഇനി കോഴിക്കോട്ടെ ചില ചരിത്ര സ്മാരകങ്ങളുടെ ചിത്രങ്ങളാണിവ. സാമൂതിരിയുടെ കാലത്ത് പ്രസിദ്ധമായ രേവതി പട്ടത്താനം എന്ന പണ്ഡിത സദസ്സ് നടത്തിയിരുന്നത് തളിക്ഷേത്രത്തിൽ വെച്ചായിരുന്നു. പോർച്ചുഗീസുകാർക്കെതിരെയുള്ള സാമൂതിരിയുടെ പ്രധാന യുദ്ധകേന്ദ്രമായിരുന്നു മിഷ്കാൽ പള്ളി. കോഴിക്കോട്ടെ പോർച്ചുഗീസ് സാന്നിധ്യത്തിന്റെ സ്മാരകമാണ് 1513 നിർമ്മിച്ച ദേവമാതാ കത്തീഡ്രൽ. കടൽപ്പാല നൂറ്റാണ്ടുകളായി വിവിധ വിദേശ രാജ്യങ്ങളുമായി കോഴിക്കോടിനുണ്ടായിരുന്ന വ്യാപാര ബന്ധത്തിന് തെളിവാണ്. ഇങ്ങനെ കേരളത്തിലുടനീളം ധാരാളം സ്മാരകങ്ങൾ കാണാം. ഇത്തരം ചരിത്ര സ്മാരകങ്ങൾ ഓരോന്നും പോയ കാലത്തിന്റെ ചരിത്രം നമ്മോട് പറയുന്നു. ഇവിടെ നോക്കൂ, ഇവിടെ കുറച്ച് ചരിത്ര സ്മാരകങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ജില്ലകൾ ഏതാണെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് കരുമാടിക്കുട്ടൻ സ്മാരകമാണ്. കരുമാടിക്കുട്ടൻ സ്മാരകം ആലപ്പുഴയിലാണ്. ചന്ദ്രഗിരി കോട്ട എന്ന് പറയുന്നത് കാസർഗോഡാണ്. പുനലൂർ തൂക്കുപാലം ഉള്ളത് കൊല്ലമാണ്. സിനഗോഗ് ഉള്ളത് എവിടെയാണ്? നമ്മുടെ എറണാകുളമാണ്. അതുപോലെ തന്നെ വാഗൺ ട്രാജഡി സ്മാരകം ഉള്ളത് മലപ്പുറത്താണ്. ഓക്കെ, അപ്പം ഇതേപോലെ നിങ്ങളിത് എഴുതി കൊടുക്കുക. ഇനി അടുത്തത് സാഹിത്യ സ്രോതസ്സുകളെ കുറിച്ചിട്ടാണ് നോക്കുന്നത്. ലഭ്യമായ ചരിത്രരചനാ സ്രോതസ്സുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സാഹിത്യ സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. വ്യത്യസ്ത പ്രമേയമുള്ള നിരവധി സാഹിത്യ കൃതികൾ ചരിത്രത്തിന്റെ പുനർനിർമ്മാണത്തിൽ നമ്മെ സഹായിക്കുന്നവയാണ്. ഓക്കെ, കടൽ മകളായ കന്യക ഈ നഗരത്തിന്റെ വാസമുറപ്പിച്ചത് കൊണ്ടാണത്രേ കടലമ്മ ദ്വീപാന്തരങ്ങളിൽ നിന്ന് രത്നങ്ങളൊക്കെ ചുമന്നുകൊണ്ടുവരുന്ന കപ്പലുകളെ തിരമാലകൾ കൊണ്ട് തട്ടിത്തട്ടി കോഴിക്കോട്ട് എത്തിച്ചിരുന്നത്. കോകില സന്ദേശത്തിൽ പറയുന്നതാണ്.
ഓക്കെ. അതുപോലെ സംഘകാല കൃതികളെ കുറിച്ച് പറയുന്നുണ്ട് ഇവിടെ. കേരളത്തിന്റെ പ്രാചീന ചരിത്രത്തെക്കുറിച്ച് വെളിച്ചം വീശുന്ന സാഹിത്യ സ്രോതസ്സുകളാണ് തമിഴിൽ രചിക്കപ്പെട്ട സംഘ സാഹിത്യ കൃതികൾ. പതിറ്റുപത്ത്, പുറനാനൂറ്, അകനാനൂറ്, കുറുംതൊക്കെ, നെറ്റിരെ തുടങ്ങിയ പ്രധാന സംഘ സാഹിത്യ കൃതികളാണ്. 15-ാം നൂറ്റാണ്ടിൽ ഉന്തണ്ട ശാസ്ത്രികൾ രചിച്ച കോകില സന്ദേശം എന്ന സംസ്കൃത സന്ദേശ സാഹിത്യത്തിൽ കോഴിക്കോടിനെ കുറിച്ച് എഴുതിയ ശ്ലോകത്തിലെ ആശയമാണ് മേലെ കൊടുത്തിട്ടുള്ളത്. എന്താണ്? ഇതുപോലെ വിവിധ ഭാഷകളിലായി വിവിധ കാലഘട്ടത്തിൽ രചിച്ച ധാരാളം സാഹിത്യകൃതികൾ നമുക്ക് ലഭ്യമാണ്. ഈ കൃതികൾ രചിക്കപ്പെട്ട കാലത്തിന്റെ ചരിത്രം മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്നു. ഉദാഹരണത്തിന് 12-15 നൂറ്റാണ്ടുകളിൽ രചിക്കപ്പെട്ട മണിപ്രവാള കൃതികൾ ആ കാലഘട്ടത്തിലെ നാടുവാഴി വ്യവസ്ഥയെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും നമുക്ക് വിവരം നൽകുന്നു. മലബാറിൽ നിന്നുള്ള വടക്കൻ പാട്ടുകൾ മധ്യകാല ചരിത്രത്തിലെ സാധാരണ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്നു. 19-ാം നൂറ്റാണ്ടിൽ ചന്തുമോൻ മേനോൻ രചിച്ച ഇന്ദുലേഖ മലബാറിലെ സാമൂഹ്യ ചരിത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ഇനി അടുത്തത് സഞ്ചാരക്കുറിപ്പുകളാണ്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ലോകത്തിന്റെ ഏതു കോണുകളിൽ നിന്നും കച്ചവട കപ്പലുകൾ ഏറ്റവും വിശിഷ്ടങ്ങളായ സാധനങ്ങളുമായി ഇവിടെ വരികയും എളുപ്പത്തിൽ അവ വിറ്റഴിക്കുകയും ചെയ്തിരുന്നു. നഗരത്തിലെ രക്ഷാ നടപടികളും നീതിപാലനവും ഏറ്റവും കാര്യക്ഷമമായി നടത്തിവരുന്നു. അതുകൊണ്ട് വിദേശങ്ങളിൽ നിന്നും ചരക്കുകളുമായി വരുന്ന വ്യാപാരികൾക്ക് യാതൊരു ഭയവുമില്ല. കമ്പോളത്തിലെ മുഴുവൻ ഉത്തരവാദിത്വവും രാജാവിനാണ്. കമ്പോളത്തിലെത്തിക്കുന്ന ചരക്കുകളുടെ 40-ൽ1 ഭാഗം ചുങ്കമായി കൊടുക്കണം. ഏതെങ്കിലും വ്യാപാരി മരണപ്പെടുകയോ ചരക്കുകൾ കയറ്റിയ കപ്പൽ പൊളിഞ്ഞ് അതിലെ ചരക്കുകൾ തുറമുഖത്ത് അടുക്കുകയോ ചെയ്താൽ ആ ചരക്കുകളെ സംബന്ധിച്ച് യാതൊരു കൃത്രിമവും ഉണ്ടാകുന്നതല്ല. ഇവിടെ നിന്ന് പ്രധാനമായും കയറ്റി അയക്കുന്നത് കുരുമുളകാണ്. ഇവിടുത്തുകാർ സമുദ്ര വ്യാപാരത്തിൽ സമർത്ഥനാണ്. പേർഷ്യൻ സഞ്ചാരിയായ അബ്ദുൾ റസാഖിന്റെ സഞ്ചാരക്കുറിപ്പിൽ നിന്നുള്ള വരികളാണ് ഇവിടെ തന്നിട്ടുള്ളത്. മുകളിൽ കൊടുത്തിരിക്കുന്ന സഞ്ചാരക്കുറിപ്പ് വായിച്ചല്ലോ. 15-ാം നൂറ്റാണ്ടിൽ കോഴിക്കോട് വന്ന പേർഷ്യൻ സഞ്ചാരിയായ അബ്ദുൾ റസാഖ് കോഴിക്കോട് തുറമുഖത്തെ കുറിച്ച് പറയുന്ന വിവരമാണിത്. ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, എന്തൊക്കെയാണ് കൂട്ടുകാരെ ഇവിടെ പറയുന്നത്? ലോകത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും കച്ചവട കപ്പലുകൾ ഏറ്റവും വിശിഷ്ടങ്ങളായ സാധനങ്ങളുമായി ഇവിടെ വരികയും എളുപ്പത്തിൽ അവ വിറ്റഴിക്കുകയും ചെയ്തിരുന്നു എന്ന് പറയുന്നു. കമ്പോളത്തിലെ മുഴുവൻ ഉത്തരവാദിത്വവും രാജാവിനാണ്. കമ്പോളത്തിലെത്തിക്കുന്ന ചരക്കുകളുടെ 40-ൽ1 ഭാഗം ചുങ്കമായി കൊടുക്കണം. പ്രധാനമായും കയറ്റി അയക്കുന്നത് കുരുമുളകാണ്. ഇവിടുത്തുകാർ സമുദ്ര വ്യാപാരത്തിൽ സമർത്ഥനാണ്. ഇത്രയും കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. പ്രാദേശിക ചരിത്ര രചനയിൽ സുപ്രധാന പങ്കുവഹിക്കുന്നവയാണ് സഞ്ചാരക്കുറിപ്പുകൾ എന്ന് പറയുന്നത്. പ്രത്യേക സ്ഥലങ്ങൾ, സംഭവങ്ങൾ, സംസ്കാരങ്ങൾ തുടങ്ങിയ നേരനുഭവങ്ങൾ നൽകാൻ സഞ്ചാരക്കുറിപ്പുകൾക്ക് കഴിയുന്നു. ഒരു പ്രദേശത്തിന്റെ ചരിത്രം, ഭൂമിശാസ്ത്രം, സാമ്പത്തിക ഘടന, സാമൂഹിക ജീവിതം എന്നിവയിലേക്ക് ഇത് വെളിച്ചം വീശുന്നു. ഇനി കേരളത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ള ചില വിദേശ സഞ്ചാരികളാണ്. ഒന്ന് മെക്സ്തനിസ്, ഗ്രീക്കുകാരനാണ്. സുലൈമാന്, അബ്ദുൾ റസാഖ്, പേർഷ്യക്കാരനാണ്. മാർക്കോ പോളോ, വെനീസ് ആണ്. ഇബ്നു ബത്തൂത്ത, മൊറോക്കോയാണ്. നിക്കോളോ കോണ്ടി, വെനീസ് ആണ്. മാഹ്വാൻ, ചൈനയാണ്. ബാർബോസ, പോർച്ചുഗലാണ്. ഓക്കെ, ഇവിടെ മാർക്കോ പോളോയുടെയും ഇബ്നു ബത്തൂത്തയുടെയും ചിത്രങ്ങളും തന്നിട്ടുണ്ട്. സ്കൂൾ ലൈബ്രറിയിൽ നിന്ന് സഞ്ചാര സാഹിത്യ കൃതികൾ കണ്ടെത്തി കേരളവുമായി ബന്ധപ്പെട്ട ഭാഗം വായിച്ച് ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പറയുന്നുണ്ട്. അടുത്തത് ആത്മകഥകളും ജീവചരിത്രങ്ങളും ആണ് പറയുന്നത്. ചരിത്രരചനയ്ക്ക് ഉപയോഗിക്കാവുന്ന സാഹിത്യ സ്രോതസ്സുകളാണ് മിക്ക ആത്മകഥകളും ജീവചരിത്രങ്ങളും. ഇവിടെ ആത്മകഥ തകഴിയുടേതാണ്. ഞാൻ ആദ്യമായി ഒരു അടുപ്പിട്ടത് അമ്പലപ്പുഴ സ്കൂളിൽ പോയപ്പോഴാണ്. കോമ്പിരി തുണി കൊണ്ട് ഒരു ഉടുപ്പിട്ടത്, ഓക്കെ, ഒരു അടുപ്പല്ല, ഒരു ഉടുപ്പിട്ടത്. കോമ്പിരി തുണി കൊണ്ട് 2 ഉടുപ്പ് തയ്പ്പിച്ചു. വസ്ത്രങ്ങൾ തേക്കുന്ന ഏർപ്പാട് ഞങ്ങളുടെ നാട്ടിൽ അന്നില്ല. നല്ല കഞ്ഞിപ്പശയിൽ നീലം ചേർത്ത് മുണ്ട് പിഴിഞ്ഞുണക്കും. പിന്നീട് ഉരുളൻ തടി കൊണ്ട് തുണി മടക്കിത്തള്ളി ഒതുക്കിയെടുക്കും. ആദ്യമായി തേച്ച ഷർട്ടിട്ടതു തിരുവനന്തപുരം ലോ കോളേജിൽ ചേർന്നതിനു ശേഷമാണെന്ന് തോന്നുന്നു. സോപ്പ് തകഴിയിൽ അക്കാലത്ത് അപൂർവ വസ്തുവാണ്. തെങ്ങിൻ മടൽ കത്തിച്ച ചാരം തെളിയൂറ്റിയെടുത്ത് അതിലാണ് മുണ്ട് വെളുപ്പിച്ചിരുന്നത്. അന്നത്തെ മുകളിൽ നൽകിയിരിക്കുന്നത് ആത്മകഥകളും ജീവചരിത്രങ്ങളും അത് എഴുതിയ പ്രദേശത്തിന്റെ അല്ലെങ്കിൽ കാലത്തിന്റെ വിവിധ മേഖലകളെക്കുറിച്ച് വിവരങ്ങൾ നൽകാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ക്ലാസ് ലൈബ്രറി സജ്ജീകരിച്ചിരിക്കുന്ന ആത്മകഥകളും ജീവചരിത്രങ്ങളും പരിശോധിച്ച് ചരിത്രരചനയ്ക്ക് സഹായകമായ ഭാഗങ്ങൾ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത വളരെ സുപ്രധാനമായിട്ടുള്ള ഒന്നാണ് വർത്തമാന പത്രങ്ങൾ എന്ന് പറയുന്നത്. ദൈനംദിന സംഭവങ്ങൾ അറിയാൻ നാം ഇന്ന് പത്രങ്ങൾ, ദൃശ്യമാധ്യമങ്ങൾ, നവമാധ്യമങ്ങൾ തുടങ്ങിയവയെയാണ് ആശ്രയിക്കുന്നത്. എന്നാൽ ഈ പത്രങ്ങൾ കാലക്രമേണ ചരിത്രം അറിയാനുള്ള പ്രധാന ഉപാധിയായി മാറും.
ഇന്ത്യയിലെ വിദേശാധിപത്യത്തിന്റെ ചരിത്രം മനസ്സിലാക്കാൻ ചരിത്ര വിദ്യാർത്ഥികൾ ഉപയോഗപ്പെടുത്തുന്ന പ്രധാന സ്രോതസ്സാണ് അക്കാലത്തെ വർത്തമാന പത്രങ്ങൾ. കേരളത്തിന്റെ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക ചരിത്രത്തിന്റെ വശങ്ങളെക്കുറിച്ച് അറിയാനും പത്രങ്ങൾ നമ്മെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പ്രദേശത്തെക്കുറിച്ച് അല്ലെങ്കിൽ അവിടെ നടന്ന സംഭവങ്ങളെക്കുറിച്ച് പത്രത്തിൽ വന്നിട്ടുള്ള വാർത്തകൾ ശേഖരിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത് പ്രാദേശിക ചരിത്രത്തിലേക്കാണ്. ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ്, ഒരു ചരിത്രം അല്ലേ. ഇനി അടുത്തത് പ്രാദേശികമായിട്ടുള്ള ചരിത്രം എങ്ങനെയാണെന്നാണ് അടുത്തതായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത്. ഒരു നിശ്ചിത പ്രദേശത്തെ മുൻകാല സംഭവങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് പ്രാദേശിക ചരിത്രം എന്ന് നാം ഇതുവരെ പരിചയപ്പെട്ട ചരിത്ര സ്രോതസ്സുകൾ പ്രധാനമായും മുഖ്യധാര ചരിത്ര രചനക്കാണ് സഹായകമാകുന്നത്. പ്രാദേശിക ചരിത്ര രചനക്കായി നമ്മെ സഹായിക്കുന്ന ചില സ്രോതസ്സുകളാണ്: ഒന്ന്, പ്രാദേശിക നിരീക്ഷണം, ഓർമ്മകള് അല്ലെങ്കിൽ വാമൊഴി, സ്ഥലനാമ ചരിത്രങ്ങള്, കുടുംബ ചരിത്രം, ഔദ്യോഗിക രേഖകള്, പണയരേഖകൾ, ആധാരങ്ങൾ, നാട്ടറിവുകള്, ആചാരാനുഷ്ഠാനങ്ങള്, പാട്ടുകള് എന്നിവ. ഓക്കെ, ഇനി പ്രാദേശിക നിരീക്ഷണം എങ്ങനെയാണെന്ന് നോക്കാം. പ്രാദേശിക ചരിത്ര രചന ചെറിയൊരു പ്രദേശത്തിന്റെയോ സംഭവത്തിന്റെയോ സൂക്ഷ്മ പഠനമാണ്. ഒരു പ്രദേശത്തിന്റെ സൂക്ഷ്മവശങ്ങൾ തിരിച്ചറിയാൻ പ്രാദേശിക നിരീക്ഷണം നമ്മെ സഹായിക്കുന്നു. ഒരു പ്രാദേശിക സമൂഹം നിലനിൽക്കുന്ന ഭൂപ്രദേശം, അവിടുത്തെ ഭൂമിശാസ്ത്ര പ്രത്യേകതകൾ, ദിക്ക്, സസ്യജന്തുജാലങ്ങൾ, തണ്ണീർത്തടങ്ങൾ, കൃഷിരീതികൾ തുടങ്ങിയ വൈവിധ്യങ്ങൾ മനസ്സിലാക്കാൻ പ്രാദേശിക നിരീക്ഷണം നടത്തേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ പ്രാദേശിക നിരീക്ഷണത്തിന്റെ ചരിത്രക്ക് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് കണ്ടെത്തുന്നത് ആഹാരം, വസ്ത്രം, പാർപ്പിടം, ആരോഗ്യം, വിദ്യാഭ്യാസം, ഭാഷ, സാഹിത്യം, കല, വിനോദം, സഞ്ചാരം, വാർത്താവിനിമയം ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. നിങ്ങൾ താമസിക്കുന്ന പ്രദേശത്ത് നിരീക്ഷണം നടത്തി ചുവടെയുള്ള പട്ടിക പൂർത്തിയാക്കണം. നിങ്ങളുടെ പ്രദേശത്തിന്റെ പേര്, വില്ലേജ്, മണ്ണിനങ്ങൾ, സസ്യജാലങ്ങൾ, ജന്തുജാലങ്ങൾ, കൃഷിയിനങ്ങൾ, കൃഷിരീതികൾ, തൊഴിൽ, ജലസ്രോതസ്സുകൾ, അതുപോലെ തന്നെ താലൂക്ക്, ജില്ല, സ്ഥാപനങ്ങൾ, ഗതാഗത വാർത്താവിനിമയ മാർഗങ്ങൾ, ആരാധനാലയങ്ങൾ, ഉത്സവങ്ങൾ, ആഹാര രീതികൾ, വസ്ത്രനിർധാരണം, വിനോദങ്ങൾ, സാഹിത്യകൃതികൾ, കലകൾ ഇതൊക്കെയാണ് നിങ്ങൾ നോക്കേണ്ടത്. അപ്പം അതനുസരിച്ച് നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. ഇനി അടുത്തത് ഓർമ്മകൾ അല്ലെങ്കിൽ വാമൊഴിയാണ്. നേരനുഭവങ്ങളുള്ള തലമുറയിൽ നിന്ന് സ്വീകരിക്കുന്ന മൊഴികളാണ് വാമൊഴി ചരിത്രങ്ങൾ. പ്രാദേശിക ചരിത്ര രചന നടത്താൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തെ മുതിർന്ന ആളുകളുടെ ഓർമ്മകൾ ശേഖരിക്കുക ഏറെ പ്രധാനമാണ്. ഒരു പ്രദേശവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ, ഗതാഗത മാർഗങ്ങൾ, വസ്ത്രധാരണ രീതി, രുചിശീലങ്ങൾ തുടങ്ങി ചരിത്ര രചനയ്ക്ക് ആവശ്യമായ വിവരങ്ങൾ ശേഖരിക്കാൻ വാമൊഴി വിവരണങ്ങൾ അനിവാര്യമാണ്. ഇവയെക്കുറിച്ചുള്ള വ്യക്തികളുടെ ഓർമ്മകൾ ചരിത്രത്തെ പുനർനിർമ്മിക്കാൻ നമ്മെ സഹായിക്കും. സമൂഹത്തിൽ നിലനിന്നിരുന്ന സമ്പ്രദായങ്ങളും പിൽക്കാലത്തുണ്ടായ മാറ്റങ്ങളും വിശകലനം ചെയ്യാൻ ഈ ഓർമ്മകൾ സഹായിക്കുന്നു. വാമൊഴി സ്രോതസ്സുകളെ മറ്റു സ്രോതസ്സുകളോടൊപ്പം ചേർത്ത് വെച്ച് പരിശോധിച്ച് വിശ്വാസ്യത ഉറപ്പുവരുത്തേണ്ടത് അനിവാര്യമാണ്. നിങ്ങളുടെ പ്രദേശത്തെ അല്ലെങ്കിൽ വീട്ടിലെ പ്രദേശത്തെ മുതിർന്നവരോട് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ് ഇതൊക്കെ തയ്യാറാക്കാനാണ് ദേശത്തിന്റെ പേര്, പഴയത്, പുതിയത് എന്നിങ്ങനെ ഓരോന്നായിട്ട് സ്ഥാപനങ്ങൾ, തൊഴിൽ, കൃഷി, വസ്ത്രധാരണം, രുചിശീലങ്ങൾ, ഗതാഗതം ഇത് പഴയത് എങ്ങനെയായിരുന്നു, പുതിയത് എങ്ങനെയായിരുന്നു എന്നാണ് നിങ്ങൾ ശേഖരിക്കേണ്ടത്. ഇനി സ്ഥലനാമ ചരിത്രമാണ്. നിങ്ങളുടെ നാടിന്റെ പേര് എങ്ങനെ രൂപപ്പെട്ടതാണ് നിങ്ങൾക്കറിയോ? ഉദാഹരണത്തിന് കോഴിക്കോടിന് എങ്ങനെ ആ പേര് കിട്ടി? കോയിൽ അഥവാ കൊട്ടാരം എന്നും കോട്ട എന്നുമുള്ള രണ്ട് പദങ്ങൾ ചേർന്നാണ് കോയിൽ കോട്ട എന്നായിരുന്നു പഴയ പേര്. കോയിൽ എന്നാൽ കൊട്ടാരം എന്നാണ് അർത്ഥം. കോട്ട കൊണ്ട് സംരക്ഷിച്ച കൊട്ടാരം എന്നാണ് കോയിൽക്കോട്ട എന്ന പേരുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത് പിന്നീട് കോഴിക്കോട് എന്നായി മാറിയെന്നാണ് ചരിത്രകാരർ പറയുന്നത്. തൃശ്ശൂര്, കണ്ണൂര്, തലശ്ശേരി, തങ്കശ്ശേരി എന്നീ സ്ഥലനാമങ്ങൾ ശ്രദ്ധിക്കും. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഊര് അല്ലെങ്കിൽ ചേരി എന്നീ വാക്കുകൾ അവസാനിക്കുന്നത് സ്ഥലപ്പേരുകൾ ധാരാളമുണ്ട്. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും സ്ഥലനാമ രൂപീകരണത്തിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ നാടിന് എങ്ങനെയാണ് പേര് വന്നത് എന്ന് നിങ്ങളൊന്ന് അന്വേഷിക്കുക. അടുത്തത് കുടുംബ ചരിത്രത്തെക്കുറിച്ചാണ്. കുടുംബങ്ങളുടെ ചരിത്രവും പ്രാദേശിക ചരിത്ര രചനയിൽ പ്രാധാന്യമർഹിക്കുന്ന ഒരു സാഹിത്യ സ്രോതസ്സാണ്. ഒരു ഗ്രാമത്തിന്റെയോ പ്രദേശത്തിന്റെയോ വളർച്ചയിൽ വ്യക്തികൾ നടത്തിയ ഇടപെടലുകളും സംഭാവനകളും വസ്തുനിഷ്ഠത ഉറപ്പാക്കി ശേഖരിക്കുക എന്നത് പ്രാദേശിക ചരിത്രാന്വേഷകന്റെ കടമയാണ്. ഇനി അടുത്തത് ഔദ്യോഗിക രേഖകളെ കുറിച്ചാണ്. താഴെ കൊടുത്തിരിക്കുന്ന വിവരണം ശ്രദ്ധിക്കുക. ഉപ്പ് നിയമം ലംഘിച്ചു. 1930 മെയ് 17 വൻ ജനാവലിയുടെ നേതൃത്വത്തിൽ 27 സ്ഥലങ്ങളിലായി കോഴിക്കോട് കടപ്പുറത്ത് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഉപ്പ് നിയമം ലംഘിച്ചു. കോഴിക്കോട്ടെ ഗുജറാത്തി നിവാസികൾ താൽപര്യത്തോടെ ഈ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായിരുന്നു. തിരുവിതാംകൂറിൽ നിന്നും വന്ന സാഹിത്യ വളണ്ടിയർമാരും കൂടെ ചേർന്നു.
കടൽവെള്ളം വറ്റിച്ച് ഉപ്പുമായി നിയമലംഘകർ ബ്രിട്ടീഷ് വിരുദ്ധ മുദ്രാവാക്യം മുഴക്കി ജാഥ നടത്തി. ഉപ്പുണ്ടാക്കാനായി ഉപയോഗിച്ചിരുന്ന വസ്തുക്കളും അവർ കയ്യിൽ കരുതിയിരുന്നു. കടപ്പുറത്ത് നടന്ന ഉപ്പ് സത്യാഗ്രഹ സമരത്തെ പോലീസ് ക്രൂരമായി നേരിട്ടു. സ്വാതന്ത്ര്യ സമര പതാക പോലീസിൽ നിന്നും സംരക്ഷിക്കാൻ പി കൃഷ്ണപിള്ളയും അബ്ദുറഹ്മാൻ സാഹിബും ഐതിഹാസികമായി പ്രതിരോധമാണ് നടത്തിയത്. തമിഴ്നാട് പുരരേഖാ സമുച്ചയത്തിൽ സൂക്ഷിച്ചിട്ടുള്ള ഈ രേഖ കേരളത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് വെളിച്ചം വീശുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിലുള്ളത്? എന്തൊക്കെയാണ് നമ്മൾ സെൻസസ് റിപ്പോർട്ടുകൾ, പ്രധാനപ്പെട്ട ഔദ്യോഗിക രേഖകൾ എന്ന് പറയുന്നത് സെൻസസ് റിപ്പോർട്ടുകൾ, ഗസ്റ്റ് രേഖകൾ, കോടതി രേഖകൾ, സർവേ റിപ്പോർട്ടുകൾ, നികുതി രേഖകൾ, പോലീസ് റിപ്പോർട്ടുകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വികസന രേഖകൾ ഇതൊക്കെയാണ്. ബ്രിട്ടീഷ് കോളനി വാഴ്ചക്കെതിരെ നടന്ന സമരങ്ങൾ, കലാപങ്ങൾ തുടങ്ങിയവയുടെ വിശദാംശങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് കോടതി രേഖകളിലൂടെയാണ്. ഒരു പ്രദേശത്തിലെ ജനസംഖ്യ, ജനവിഭാഗങ്ങൾ എന്നിവ മനസ്സിലാക്കാൻ നാം സെൻസസ് രേഖകളെയാണ് ആശ്രയിക്കുന്നത്. അടുത്തത് പണയ രേഖകൾ ആധാരങ്ങളുമാണ്. പണയരേഖകളും ആധാരങ്ങളും പ്രാദേശിക ചരിത്ര രചനയ്ക്ക് മുതൽക്കൂട്ടാണ്. ഇവയിൽ നിന്ന് വ്യക്തി വിവരങ്ങൾ, സ്വകാര്യ സ്വത്തുക്കൾ തുടങ്ങിയവയെക്കുറിച്ച് അറിവ് ലഭിക്കുന്നു. നിങ്ങളുടെ വസ്തുവിന്റെ ആധാരം അല്ലെങ്കിൽ പണയരേഖ നിരീക്ഷിച്ച് അതിലെ വിവരങ്ങൾ മനസ്സിലാക്കാനാണ് പറയുന്നത്. ഇനി നാട്ടറിവുകളും പാട്ടുകൾ, ആചാരാനുഷ്ഠാനങ്ങൾ, കലാരൂപങ്ങൾ ഇതൊക്കെ എത്രത്തോളം ഇമ്പോർട്ടൻസ് എന്നാണ് നോക്കുന്നത്. പ്രാദേശിക ചരിത്ര രചനയ്ക്ക് ഏറെ സഹായകമായ സ്രോതസ്സുകളാണ് നാട്ടറിവുകളും പാട്ടുകളും മറ്റു ആചാരാനുഷ്ഠാനങ്ങളും. അങ്ങാടികൾ, ചന്തകൾ എന്നിവിടങ്ങളിൽ നടക്കുന്ന വ്യാപാരങ്ങളെക്കുറിച്ചുള്ള പാട്ടുകൾ നാടിന്റെ പ്രത്യേകത സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ ഉണ്ണിനീലി സന്ദേശം എന്ന് കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് വായിച്ചു നോക്കുക. എന്തെല്ലാം പ്രാദേശിക നെൽവിത്തിനങ്ങളെ കുറിച്ച് സൂചനകളാണ് ഈ വരികളിൽ നിന്ന് ലഭിക്കുന്നത്? പുരാരേഖകൾക്കും ചരിത്ര സ്മാരകങ്ങൾക്കും പുറമെ സ്മരണകൾ, പാട്ടുകൾ, പഴഞ്ചൊല്ലുകൾ, കഥകൾ, നാട്ടുവ്യാഖ്യാനങ്ങൾ, നോട്ടീസുകൾ, ക്ഷണക്കത്തുകൾ ഇവയെല്ലാം സ്രോതസ്സുകളായി എഴുതുന്ന ചരിത്രമാണ് പ്രാദേശിക ചരിത്രം. പ്രദേശത്തിന്റെ സമഗ്ര ജീവിത ശൈലിയും ദൈനംദിന ജീവിതവും പ്രാദേശിക ചരിത്രത്തിൽ പരാമർശിക്കപ്പെടുന്നു. നാം ഓരോരുത്തരും ബന്ധപ്പെടുന്ന സമൂഹത്തിന്റെ ചിത്രീകരണമാണ് പ്രാദേശിക ചരിത്രം. മുകളിൽ പറഞ്ഞ സ്രോതസ്സുകൾ പ്രയോജനപ്പെടുത്തി നമുക്ക് പ്രാദേശിക ചരിത്ര രചന നടത്താനാകും. എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഭൂപ്രകൃതി നോക്കണം. പ്രാദേശിക ചരിത്ര പഠനത്തിനായി തിരഞ്ഞെടുക്കുന്ന പ്രദേശത്തിന്റെ കൃത്യമായ ഭൂമിശാസ്ത്ര അതിരുകളെ, പ്രകൃതിദത്ത പ്രത്യേകതകൾ, കുന്ന്, നദികൾ, തണ്ണീർത്തരം എന്നിവ ചരിത്ര രചനയിൽ ഉണ്ടായിരിക്കണം. അടുത്തത് ചരിത്ര സ്മാരകങ്ങളാണ്. പ്രദേശത്തെ ആവാസ കേന്ദ്രങ്ങൾ, മഹാശിലകൾ, ശിലാലിഖിതങ്ങൾ, കോട്ടകൾ, ആരാധനാലയങ്ങൾ എന്നിവ പ്രതിപാദിച്ചിരിക്കണം. അടുത്ത ഉപജീവനമാണ്. പ്രദേശത്തെ പ്രധാന കൃഷി, കൈത്തൊഴില്, വാണിജ്യ കേന്ദ്രങ്ങൾ, ആതുര ശുശ്രൂഷ, വൈദ്യം എന്നിവയെക്കുറിച്ച് സൂചനകൾ ഉണ്ടായിരിക്കണം. അതിജീവന മാതൃകകളിൽ പേമാരി, വളർച്ച, പകർച്ചവ്യാധികൾ, ദാരിദ്ര്യം, കുടിയിറക്കൽ തുടങ്ങിയ പ്രശ്നങ്ങളെ പ്രതിരോധിച്ചതിന്റെ വിശകലനം ഉൾപ്പെടുത്തണം. ഇനി മറ്റൊന്ന് സാംസ്കാരിക സ്ഥാപനങ്ങളാണ്. പ്രദേശത്തെ വിദ്യാഭ്യാസം, സ്ത്രീ വിദ്യാഭ്യാസം, വായനാശാലകൾ എന്നിവ വിവരിക്കണം. ഭൂബന്ധങ്ങൾ ഉണ്ടായിരിക്കണം. പ്രദേശത്തെ കാർഷിക ബന്ധങ്ങൾ, ജന്മി സമ്പ്രദായം, പഴയ സ്ഥിതിവിവര കണക്കുകൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തണം. ദേശീയ ബോധം. പ്രദേശത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ദേശീയ പ്രസ്ഥാനം, ദേശീയ വ്യക്തിത്വങ്ങൾ എന്നിവ പ്രതിപാദിക്കാം. മറ്റൊന്ന് തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളും വികസനവുമാണ്. പ്രദേശത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അവിടുത്തെ വികസന പ്രവർത്തനങ്ങളും പ്രാദേശിക ചരിത്ര രചനയിൽ രേഖപ്പെടുത്തണം. അടുത്തത് ഗ്രന്ഥസൂചി ഉണ്ടായിരിക്കണം. ചരിത്ര രചനയുടെ ആധികാരികത ഉറപ്പുവരുത്തുന്ന ഒരു പ്രധാന ഘടകമാണ് ഗ്രന്ഥസൂചി അഥവാ ബിബിലോഗ്രഫി എന്ന് പറയും. ചരിത്ര രചനയ്ക്കായി ഉപയോഗിച്ച എല്ലാ സ്രോതസ്സുകളുടെയും വിശദമായ പട്ടികയാണിത്. പഠനത്തിന്റെ അവസാന ഭാഗത്താണ് ഗ്രന്ഥസൂചി നൽകേണ്ടത്. ഇനി പ്രാദേശിക ചരിത്ര രചനയുടെ ഘടന എന്ന് പറയുന്നത് തലക്കെട്ട് ഉണ്ടായിരിക്കണം, ഉള്ളടക്കം അഥവാ കുട്ടിയുടെ പ്രസ്താവന ഉണ്ടായിരിക്കണം, സാക്ഷ്യപത്രം, നന്ദി പ്രസ്താവന, ആമുഖം, അധ്യായങ്ങള്, ഉപസംഹാരം, പരാമർശങ്ങൾ, ഓക്കെ അഥവാ അഭിമുഖത്തിലൊക്കെ പങ്കെടുത്തവരുടെ പേര്, സന്ദർശിച്ച സ്ഥലങ്ങൾ, സ്ഥാപനങ്ങൾ എന്നിവയൊക്കെ ഉണ്ടായിരിക്കണം. അനുബന്ധങ്ങൾ, ഫോട്ടോകൾ, പാട്ടുകൾ, ചോദ്യാവലി ഇതുണ്ടായിരിക്കണം. ഗ്രന്ഥസൂചിയും ഉണ്ടായിരിക്കണം. പ്രാദേശിക ചരിത്ര രചന സംസ്കാരങ്ങളുടെ വീണ്ടെടുക്കലിന് നമ്മെ സഹായിക്കുന്നു. ജീവിതത്തിൽ നിരന്തരം സംഭവിക്കുന്ന മാറ്റങ്ങൾ കണ്ടെത്തുക, ഭാവിയിലേക്കുള്ള വഴികൾ രൂപപ്പെടുത്തുക, വരും തലമുറയ്ക്ക് നാടിന്റെ ചരിത്രം പകർന്നു കൊടുക്കുക തുടങ്ങിയവ പ്രാദേശിക ചരിത്ര രചനയുടെ ലക്ഷ്യങ്ങളിൽ പെട്ടതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പാഠഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചരിത്രം നമ്മൾ മനസ്സിലാക്കുന്നത്, ഏതൊക്കെ സോഴ്സിലൂടെയാണ് നമ്മൾ ചരിത്രം പഠിക്കാൻ വേണ്ടി പോകുന്നത്, എങ്ങനെയൊക്കെയാണ് അത് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഈ ഒരു പാഠഭാഗത്ത് നോക്കിയത്. ഇതിൻ്റെ തുടർ പ്രവർത്തനങ്ങളാണ്. അത് കൂട്ടുകാർ വായിച്ച് മനസ്സിലാക്കി ചെയ്ത് നോക്കുക. ഇനി നമുക്കിതിലെ നോട്ട്സും കൂടെ അപ്ലോഡ് ചെയ്തിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.